നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കാര്യവട്ടം ക്യാമ്പസിലെ വാട്ടർ ടാങ്കിൽ കണ്ടെത്തിയ അസ്ഥികൂടം തലശ്ശേരി സ്വദേശിയുടേതെന്ന് ഉറപ്പിക്കാനായി പിതാവിന്റെ രക്തം DNA ടെസ്റ്റിനായി ശേഖരിക്കും. ഇതിനായി യുവാവിന്റെ പിതാവെന്ന കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിലെത്തും. തലശ്ശേരിയിൽ മേൽവിലാസമുള്ള യുവാവിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് അസ്ഥികൂടത്തിന് സമീപം നിന്ന് കണ്ടെത്തുകയായിരുന്നു. ഷർട്ടിന്റെയും പാൻസിന്റെയും അവശിഷ്ടം ലഭിച്ചതോടെ അസ്ഥികൂടം പുരുഷന്റേതാണെന്ന് സ്ഥിരീകരിച്ചു. IT മേഖലയിൽ ജോലി ചെയ്തിരുന്ന അവിനാശിനെ കുറിച്ച് 2017 മുതൽ ബന്ധുക്കൾക്ക് യാതൊരു വിവരവുമില്ല. അസ്ഥികൂടം അവിനാശിന്റേതാണെന്ന പ്രാഥമിക നിഗമനത്തിലാണ് പോലീസ്. DNA പരിശോധനയോടെ മാത്രമേ ഉറപ്പിക്കാനാവൂ. അസ്ഥികൂടം കണ്ടെത്തിയ മാൻഹോളിൽ അധികം പഴക്കമില്ലാത്ത അലുമിനിയം ഏണിയും പൊട്ടിയ പ്ലാസ്റ്റിക് സ്റ്റൂളും മുകളിൽ നിന്ന് താഴേക്ക് കെട്ടിയ കയറിന്റെ അവശിഷ്ടങ്ങളും കണ്ടെത്തിയത് ദുരൂഹത വർദ്ധിപ്പിക്കുന്നുണ്ട്. 35 വർഷം ഉപയോഗിക്കാതെ കിടന്ന ഭൂനിരപ്പുള്ള വാട്ടർ ടാങ്കിലാണ് 29 വയസ്സ് തോന്നിക്കുന്ന യുവാവിന്റെ അസ്ഥികൂടം കണ്ടെത്തിയത്. 18 അടി താഴ്ചയുള്ള വാട്ടർ ടാങ്കിൽ 6 മാൻഹോൾ ഉണ്ട്. ഇതിൽ 2 എണ്ണം തുറന്നു കിടന്നിരുന്നു. ഇതിൽ ഒന്നിൽ താഴെയാണ് അസ്ഥികൂടം കിടന്നത്. കൊന്നു കെട്ടി തൂക്കിയതാവാനും സാധ്യതയുണ്ട്. ക്യാമ്പസിലേക്ക് വെള്ളം എത്തിക്കാൻ വാട്ടർ അതോറിറ്റി വർഷങ്ങൾക്ക് മുമ്പ് ടാങ്കും പമ്പ് ഹൗസും സ്ഥാപിച്ചത്. പിന്നീട് യൂണിവേഴ്സിറ്റിയുമായി സ്ഥലത്തെ ചൊല്ലി തർക്കമുണ്ടായി. സ്ഥലം യൂണിവേഴ്സിറ്റിയുടേതാണെന്ന് സ്ഥിരീകരണം വന്നതോടെ യൂണിവേഴ്സിറ്റി അധികൃതർ മുൻവശം മതിൽ കെട്ടി അടയ്ക്കുകയായിരുന്നു. സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കാൻ ഒരുങ്ങുകയാണ് പോലീസ്. കണ്ണൂർ, എറണാകുളം എന്നിവിടങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കും. ആത്മഹത്യയാണെങ്കിൽ അയാൾ വിചിത്ര സ്വഭാവമുള്ള ആളാണെന്നാണ് പോലീസ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ഇത്തരമൊരു സ്ഥലവും ഈ രീതിയും തിരഞ്ഞെടുക്കുന്നതാണ് പോലീസ് പറയുന്നത്. 2021 സംഭവം നടന്നത്. കോവിഡ് ലോക്ക്ഡൌൺ കാലമായതിനാൽ ഇവിടെ ജനത്തിരക്കുണ്ടായിരുന്നില്ല. ജല അതോറിറ്റിയുടെ ഭൂനിരപ്പുള്ള പഴയ വാട്ടർ ടാങ്കിനുള്ളിൽ മുകളിലെ മാൻഹോളിന് താഴെയാണ് അസ്ഥികൂടം കണ്ടെത്തിയത്. ദ്രവിച്ച ഒരു കയറും കിട്ടിയിരുന്നു. അലുമിനിയം ഏണിയും അകത്തേക്ക് കെട്ടിയിറക്കിയിട്ടുണ്ട്. ഇത്രയും ബുദ്ധിമുട്ടി ഒരാൾ ആത്മഹത്യ ചെയ്യണമോ എന്നാണ് പോലീസിനോട് ചോദിച്ചപ്പോൾ ഇയാൾ ചിലപ്പോൾ വിചിത്ര സ്വഭാവമുള്ള ആളാകുമെന്നായിരുന്നു മറുപടി. ടെക്നോ പാർക്ക് ഭാഗത്തേക്ക് എളുപ്പമെത്താൻ മുൻപ് ഈ വഴി ആളുകൾ ഉപയോഗിച്ചിരുന്നുവെന്നും പറയുന്നു. ടെക്നോ പാർക്കിന് സമീപമായതിനാൽ പോലീസ് സംശയിക്കുന്ന അവിനാശിന് ഈ സ്ഥലം പരിചയമുണ്ടാകാൻ ഇടയുണ്ടെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. 2021 മതിൽ ഇടിഞ്ഞു കിടക്കുകയായിരുന്നു. ആ സമയം ഈ കെട്ടിടം റോഡിൽ കൂടി പോകുന്നയാൾക്ക് കാണാമായിരുന്നുവെന്ന് പ്രദേശവാസികൾ പറയുന്നു. അമ്പലത്തിങ്കര തൃപ്പാദപുരം റോഡ് വഴി ടെക്നോ പാർക്ക് ഗേറ്റിലേക്ക് പോകാൻ ഈ വഴിയും പലരും ഉപയോഗിക്കാറുണ്ട്. വലിയ അലൂമിനിയം ഏണിയുമായി ഒരാൾ ആത്മഹത്യയ്ക്ക് എന്തിനാണ് ഇവിടേക്ക് എത്തിയെന്ന് അന്വേഷിക്കേണ്ടതാണ്. മാൻഹോളിൽ ഏണി ഇറക്കി അകത്ത് പരിശോധനയ്ക്ക് ഇയാൾ ഇറങ്ങിയത് എന്തിന്? ഇവിടെ ഒരു മാൻഹോളും വാട്ടർ ടാങ്കും ഉണ്ടെന്ന് പുറത്തുനിന്നുള്ളവർക്ക് ആർക്കും അറിയില്ല. പരിചയമുള്ള വ്യക്തികൾക്ക് മാത്രമാണ് ഇത് അറിയുന്നത്. കോവിഡ് കാലത്തും സുരക്ഷാ പരിശോധന ക്യാമ്പസിൽ ഉണ്ടായിരുന്നുവെന്നാണ് യൂണിവേഴ്സിറ്റി അധികൃതർ പറയുന്നത്. ഈ സമയം ഏണിയുമായി ഒരാൾ വന്നാൽ പെട്ടെന്ന് കാണാവുന്നതേ ഉള്ളൂ. എന്നാൽ ആത്മഹത്യ ചെയ്യാനാണെങ്കിൽ അയാൾ ബാഗും വസ്ത്രവും കൊണ്ടുവന്നത് എന്തിനാണ് എന്നതാണ് പോലീസിന് കുഴപ്പിക്കുന്നത്. സ്റ്റൂളും എങ്ങനെ ഇവിടെ എത്തി എന്നതും പോലീസ് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. കൊലപാതക സാധ്യതകളും പരിശോധിക്കാനാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഉന്നത പോലീസ് മേധാവികൾ നൽകിയ നിർദ്ദേശം. ഫോറൻസിക് ലാബിലെ പരിശോധനയിൽ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നുവെന്നും ആത്മഹത്യയെന്ന് ഇപ്പോൾ ഉറപ്പിക്കാനാവില്ലെന്നും അന്വേഷണ മേധാവി വ്യക്തമാക്കി. രാവിലെ അവിനാശിന്റെ രക്ഷിതാക്കൾ കാര്യവട്ടത്തെത്തും. ഇവരുടെ മൊഴി പോലീസ് എടുക്കും. മകനെ കാണാതായിട്ട് എത്ര നാൾ? മകന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ? വീട് വിട്ടുപോകാൻ കാരണം എന്താണ്? എന്നിങ്ങനെ വിവിധ കാര്യങ്ങൾ പോലീസ് ആരായും. അസ്ഥികൂടത്തിന്റെ DNA പരിശോധനയും നടത്തും. അവിനാശിന്റേതാണോ എന്ന് തിരിച്ചറിയാനാണിത്. കൂടാതെ അസ്ഥികൂടത്തിന്റെ പഴക്കം ഫോറൻസിക് പരിശോധനയിൽ വ്യക്തമാകും. നിലവിൽ ഏകദേശം 3 വർഷത്തെ പഴക്കമുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.